بسم الله الرحمن الرحيم. فإنك لا تسمع الموتى ولا تسمع الصم الدعاء إذا ولوا مدبرين وما أنت بهاد العمي عن ضلالتهم إن تسمع إلا من يؤمن بآياتنا فهم مسلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1392 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്തുർ റൂമിലെ 52-53 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإنك لا تسمع الموتى ولا تسمع الصم الدعاء إذا ولوا مدبرين وما أنت بهاد العمي عن ضلالتهم إن تسمع إلا من يؤمن بآياتنا فهم مسلمون. صدق الله العلي العظيم. സൂറത്തുർ റൂമിലെ 50-51 ആയത്തുകളാണ് ഇന്ന് കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു ഭാഷണമാണ് ഈ രണ്ടായത്തുകളിൽ അല്ലാഹു നൽകുന്നത്. പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശേഷിച്ച് വിവിധങ്ങളായ ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹുവിനെ ബോധ്യപ്പെടാൻ ഏറ്റവും ഏറെ ഉപകരിക്കുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങളായിട്ട് അള്ളാഹു പരിചയപ്പെടുത്തുകയുണ്ടായി. പ്രപഞ്ചത്തിലുടനീളം നമ്മുടെ ചുറ്റുപാടിലുമൊക്കെയായിട്ടും ദൈവിക ദൃഷ്ടാന്തങ്ങൾ അസംഖ്യം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സ്വത്വത്തിലും അതുപോലെ ദൈവിക ദൃഷ്ടാന്തങ്ങളാണ്. ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാലും അള്ളാഹുവിന്റെ അസ്തിത്വത്തെയും ഏകത്വത്തെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനും മനസ്സിലാക്കാനും സാധിക്കും. പക്ഷെ ഇത് ആ വിധത്തിൽ നോക്കിക്കാണാൻ സന്നദ്ധതയുള്ള, മനസ്സ് ചൈതന്യം നഷ്ടപ്പെട്ട അവസ്ഥയിലുള്ളവരല്ലാത്ത ആളുകൾക്ക് മാത്രമേ അത് പ്രയോജനം ചെയ്യുള്ളൂ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ വളരെ നമ്മൾ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന വിധത്തിൽ ചുറ്റുപാടും ഉണ്ടായാൽ പോലും ഒരു ജീവൽ ചൈതന്യം നഷ്ടപ്പെട്ടു പോയ തരം ആളുകൾ അത് കാണുകയോ ശ്രദ്ധിക്കുകയോ പോലും ചെയ്യില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിച്ചു തുടങ്ങുന്ന കാലത്ത് സന്മാർഗം തേടി നടന്ന ആളുകൾ ലോകത്ത് പലയിടത്തും ഉണ്ടായിരുന്നു. ഒരു പ്രവാചകന്റെ ആഗമനത്തിന് സമയമായി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രവാചകനെ കണ്ടുമുട്ടാൻ, അദ്ദേഹവുമായി സന്ധിക്കാൻ ഭാഗ്യമുണ്ടാവണേ എന്ന പ്രാർത്ഥനയുമായി വിദൂരമായ ദേശങ്ങളിൽ നിന്ന് ആ പ്രവാചകന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന മക്കയിലേക്കും മദീനയിലേക്കൊക്കെ തേടി നടന്ന അല്ലെങ്കിൽ യാത്ര ചെയ്തെത്തിയിരുന്ന ആളുകൾ ചരിത്രത്തിൽ ശ്രദ്ധേയരായിട്ട് നമുക്ക് കാണാൻ കഴിയും.
എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുട്ടിക്കാലം മുതൽ തന്നെ, ശൈശവം മുതൽ തന്നെ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ ഓരോ ജീവിത തുടിപ്പും കണ്ടും മനസ്സിലാക്കിയും അതിന് ദൃക്സാക്ഷികളായ, അല്ലെങ്കിൽ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് വന്ന ആളുകൾ, ആ വിഭാഗത്തിൽപ്പെട്ട പലർക്കും ആ പ്രവാചകനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം നിർവഹിച്ചുകൊണ്ടിരുന്ന ആ ഘട്ടത്തില് മക്കയിലെ പലരും കാണിച്ച അല്ലെങ്കിൽ പ്രകടിപ്പിച്ച അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടാം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊരു കാര്യം വളരെ ശ്രദ്ധേയമായ ഒരു രീതിയിൽ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇന്ന് ഞാൻ വായിച്ചു വെച്ച ആയത്തുകളിലായിട്ട്. നമുക്ക് ആയത്തുകളൊന്ന് കേട്ടു നോക്കാം. ഫൈന്നക ലാ തുസ്മിഉൽ മൗത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, പ്രവാചകരെ, താങ്കൾക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ സാധിക്കുകയില്ല. ഫൈന്നക ലാ തുസ്മിഉൽ മൗത. അതിന്റെ തൊട്ടു മുകളിൽ നമ്മൾ കാറ്റ് എന്ന ദൈവിക പ്രതിഭാസം സൃഷ്ടിക്കുന്ന ഭൂമുഖത്ത് നമ്മുടെ ചുറ്റുപാടിലുമായിട്ട് സൃഷ്ടിക്കുന്ന അതിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച്, അത് വലിയ പ്രതീക്ഷയും സന്തോഷവും ഒക്കെ പകരുന്ന ഒരു പ്രതിഭാസമായിട്ട് അനുഭവപ്പെടുന്ന പോലെ വേറെ ചില സന്ദർഭങ്ങളിൽ, വേറെ ചില രീതിയിൽ കാറ്റ് അനുഭവിക്കുമ്പോൾ അത് വല്ലാത്ത നിരാശയും വിഷമവും ഉണ്ടാക്കുകയും കൃതജ്ഞത കാണിക്കുന്ന ആളുകളായി പലരെയും മാറ്റുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അള്ളാഹു പറയുകയുണ്ടായത്. എന്ന് പറഞ്ഞാൽ കാറ്റ് എന്ന അതിവിശിഷ്ടമായ ഒരു ദൈവിക പ്രതിഭാസത്തിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കാണാൻ കഴിയാതെ പോകുന്ന ആളുകൾ അവനോട് കൃതജ്ഞത കാണിക്കുന്ന, നന്ദികേട് കാണിക്കുന്ന ഒരു പ്രതികരണമാണ് കാണിക്കുക. അതേസമയത്ത് അതില് അള്ളാഹുവിന്റെ കാരുണ്യവും കൃപാവായ്പും അള്ളാഹുവിന്റെ നമുക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സന്തോഷവും ഒക്കെ കണ്ടെത്തുന്ന ആളുകൾ, അവര് അള്ളാഹുവിനോട് വലിയ കടപ്പാട് കാണിച്ചുകൊണ്ട്, വലിയ ശുക്ർ കാണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടുമാണ് സ്വീകരിക്കുന്നത്. ഇവിടെ അള്ളാഹു അതിനെ തുടർന്ന് പറയുന്നത്, പ്രവാചകരെ, താങ്കൾക്ക് മരിച്ചവരെ കേൾപ്പിക്കാൻ സാധിക്കുകയില്ല എന്നത്. മരിച്ചു കിടക്കുന്ന ആളുകൾ, ജീവനറ്റ ആളുകളെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല ഇത് എന്നത് ഇതിനെ തുടർന്നുള്ള വാക്കുകളിൽ നിന്നും അതിന്റെ തൊട്ടു മുകളിൽ കൈകാര്യം ചെയ്ത വിഷയങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവിക ദൃഷ്ടാന്തങ്ങൾ കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ആത്മചൈതന്യം മനുഷ്യനിലുണ്ട്. പല കാരണങ്ങളാലും അത് നിഷ്പ്രഭമായി പോവുകയോ അല്ലെങ്കിൽ ജീവനറ്റ പോലെ ആയി പോവുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥ സംജാതമായി കഴിഞ്ഞാൽ അവരുടെ മനസ്സുകൾ ഒരുതരം മൃതാവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. വളരെ ആളുകളിൽ വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു ദൈവിക ദൃഷ്ടാന്തം പോലും അവരിൽ യാതൊരു പ്രതികരണവും ഉളവാക്കില്ല. അത് അവരിൽ ഒരു ഊർജ്ജസ്വലത ഉണ്ടാക്കുകയോ ഒരു സജീവമായ ഒരു പ്രതികരണം അവരിൽ നിന്നുളവാക്കുകയോ ചെയ്യില്ല. കാരണം അവര് മനം ചത്തുപോയ തരം ആളുകളാണ്. ഇവിടെ അള്ളാഹു പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ മരിച്ചവരെ കേൾപ്പിക്കാൻ വേണ്ടി വന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൗത്യം നിർവഹിക്കുന്ന ഒരാളല്ല. ജീവിച്ചിരിക്കുന്ന ആളുകളോട് അവരുടെ ജീവിത ദൗത്യത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ.
അദ്ദേഹത്തിന്റെ ദൗത്യം തന്നെ മനുഷ്യന്റെ ജീവിത നിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ശരിയായ തിരിച്ചറിവും ഉൾക്കാഴ്ചയും അവർക്ക് പകർന്നു കൊടുക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രവാചകൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എത്ര തന്നെ ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, എത്ര തന്നെ ശ്രദ്ധേയങ്ങളായ ദൃഷ്ടാന്തങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരോട് സംസാരിച്ചാലും ഈ മനം ചത്ത് കിടക്കുന്ന തരം ആളുകൾ, വിശ്വാസപരമായ ചൈതന്യം പ്രവർത്തനക്ഷമമല്ലാതെ ആയിട്ടുള്ള ആളുകൾ, മനസ്സാക്ഷി എന്നൊന്ന് പ്രവർത്തിക്കാതെയായി മരവിച്ചു പോയ തരം ആളുകൾ, ഫൈന്നക ലാ തുസ്മിഉൽ മൗത, പ്രവാചകരെ താങ്കൾക്ക് അങ്ങനെ മനസ്സാക്ഷി മരവിച്ചു പോയ, അല്ലെങ്കിൽ ഹൃദയം ചത്തുപോയ, മനസ്സ് പ്രവർത്തനക്ഷമമല്ലാതായിരിക്കുന്ന ആളുകളെ താങ്കൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്നാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. കേൾപ്പിക്കുക എന്നതും കാതുകൾ കൊണ്ട് കേൾക്കുക എന്ന ഒരു ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല. ഒരു കാര്യം ബോധ്യപ്പെടുക എന്ന ഒരു അർത്ഥത്തിലാണ്. അപ്പോ ഈ ചൈതന്യം നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ മനസ്സ് ഒരു കൂമ്പടഞ്ഞ അവസ്ഥയിലുള്ള ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ താങ്കൾക്ക് സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ ആകർഷകമായ ഒരു ശൈലിയിൽ അല്ലാഹു അറിയിക്കുകയാണ് ഇവിടെ. ചില ആളുകൾക്ക് താങ്കളുടെ ദൗത്യ നിർവഹണം പ്രയോജനപ്പെടുകയുള്ളൂ, താങ്കളുടെ സന്ദേശം ചില ആളുകൾക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. വേറെ ചില ആളുകളുണ്ട്, അവര് മരിച്ച പോലെയുള്ള അവസ്ഥയിലാണ്. അവരുടെ ഹൃദയവും അല്ലെങ്കിൽ മനസ്സ് ഒന്നും ശരിയായ വിധത്തില് ദൈവിക ദൃഷ്ടാന്തങ്ങളോട് പ്രതികരിക്കുന്ന അവസ്ഥയിലല്ല. ഫൈന്നക ലാ തുസ്മിഉൽ മൗത. അതുപോലെ തുടർന്ന് പറയുന്ന വലാ തുസ്മിഉ സുമ്മ, ഒരു ബധിരനെയും അല്ലെങ്കിൽ ബധിരതയുള്ളവരെയും താങ്കൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. അദ്ദുആ, വിളിയൊന്നും. ഇദാ വല്ലൗ മുദ്ബിരീൻ, അവര് പിന്തിരിഞ്ഞു പൊയ്ക്കളയുകയാണെങ്കിൽ. ഇദാ വല്ലൗ മുദ്ബിരീൻ എന്നാണ് പറയുന്നത്. അവര് വേണ്ട ശ്രദ്ധ കൊടുക്കാതെ, പരിഗണന കൊടുക്കാതെ പുറംതിരിഞ്ഞ് പൊയ്ക്കളയുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ ബധിരന്മാരെയും ഒരു വിളിയും കേൾപ്പിക്കാൻ താങ്കൾക്ക് സാധിക്കുകയില്ല എന്നാണ് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ഇത് കാതുകൾക്ക് കേൾവിയില്ലാത്ത ആളുകളെ പരാമർശിച്ചുകൊണ്ട് പറയുന്നതല്ല. അത്തരം ആളുകള് പിന്തിരിഞ്ഞു പോയാലും ഇല്ലെങ്കിലും മുഖത്ത് നോക്കി നിൽക്കുകയാണെങ്കിൽ പോലും അവരെ കേൾപ്പിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കേൾവിശേഷി ഇല്ലാത്ത ആളുകളുടെ കാര്യം അല്ല ഇവിടെ യഥാർത്ഥത്തിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേൾപ്പിക്കപ്പെട്ടിട്ട് അതിനോട് ശരിയായ വിധത്തില് പ്രതികരിക്കാതെ മനസ്സ് നിശ്ചലമായി പോയ, അല്ലെങ്കിൽ ചൈതന്യം നഷ്ടപ്പെട്ട, പ്രവർത്തനരഹിതമായി മാറിയിട്ടുള്ള തരം ആളുകളുണ്ട്. അവരോട് എത്ര വലിയ പ്രാധാന്യമുള്ള കാര്യം പറഞ്ഞാലും അതിനൊന്നും വേണ്ട പരിഗണന അവര് കൊടുക്കുന്ന കാണില്ല. അങ്ങനെയുള്ള ആളുകള്, അവരെ കുറിച്ചാണ് ഇവിടെ അള്ളാഹു പരാമർശിക്കുന്നത്. സത്യനിഷേധത്തിന്റെയും അതുപോലെ കൃതജ്ഞതയുടെയും ഒക്കെ സ്വഭാവപരമായ പ്രത്യേകതകള് ഹൃദയങ്ങളെ മൂടിക്കളഞ്ഞിട്ടുള്ള ആളുകള്, മനസ്സുകളെ സത്യം തേടുന്നതിൽ നിന്നും ഉൾക്കൊള്ളുന്നതിൽ നിന്നുമൊക്കെ തടഞ്ഞു നിർത്തുന്ന വിധത്തിലുള്ള ഒരു നിലപാടുള്ള ആളുകൾ, അത്തരം ആളുകളെ പ്രവാചകരെ താങ്കൾക്ക് ഒന്നും കേൾപ്പിക്കാൻ കഴിയില്ല. മരിച്ച ആളുകളെ പോലെയാണ് അവരെ കേൾപ്പിക്കാൻ താങ്കൾക്ക് സാധിക്കില്ല. കാരണം അവര് ചൈതന്യമില്ലാത്ത, ചേതനയറ്റ് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. വലാ തുസ്മിഉ സുമ്മ ദുആ,
അതുപോലെ കേൾവിശേഷി ഇല്ലാത്ത ആളുകളുണ്ടല്ലോ, സുമ്മ്, ബധിരന്മാര്, അവരെയും താങ്കൾക്ക് വിളി കേൾപ്പിക്കാൻ കഴിയുകയില്ല. താങ്കൾ വിളിക്കുന്നൊക്കെ ഉണ്ടാവും, പക്ഷെ അത് അവരിലേക്ക് അങ്ങ് എത്തുന്നില്ല. അവരത് ഉൾക്കൊള്ളുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയല്ല ഉള്ളത്. കാരണം ഇതാ വല്ലവും മുതുപിരിയും, അവര് പിന്തിരിഞ്ഞു പോയി കളയുന്ന അവസ്ഥയിലുള്ളവരാണ്. കേൾക്കാനോ ഉൾക്കൊള്ളാനോ ഉള്ള സന്നദ്ധത ഇല്ലാതെ എത്ര പ്രാധാന്യമുള്ള കാര്യം ആണ് കേൾപ്പിക്കപ്പെടുന്നതെങ്കിലും ഫലത്തിൽ അവരത് കേൾക്കുന്നില്ല, അത് ഉൾക്കൊള്ളുന്നില്ല. അവരില് ശരിയായ പ്രതികരണം അത് ഉളവാക്കുന്നുമില്ല. മക്കയിലെ കുഫാറുകളെ കുറിച്ച്, മുശ്രിക്കുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ ഏറെ ശത്രുതയോടുകൂടി പെരുമാറുന്ന തരം ആളുകളെ കുറിച്ചുള്ള ഒരു വിവരണമാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. അവര് ചൈതന്യം നഷ്ടപ്പെട്ട, ചേതനയില്ലാത്ത, ജീവനറ്റുപോയ തരം ആളുകളെ പോലെയാണ്. അവരോട് ഈ പറയുന്നതൊന്നും അങ്ങ് എത്തൂല, അങ്ങ് കേറൂല, അവർക്കത് കേൾക്കാൻ സാധിക്കില്ല. ബധിരന്മാരെ വിളി കേൾപ്പിക്കാനും താങ്കൾക്ക് കഴിയില്ല എന്നാണ് പറയുന്നത്. ഇവരെ ബധിരന്മാരെന്നാണ് അള്ളാഹു പരാമർശിക്കുന്നത്. ന്യായമായിട്ടും കാതുകൾ ഉണ്ടായിട്ട് അത് പ്രയോജനപ്പെടുത്താതെ, ഹൃദയവും മനസ്സും ഒക്കെ ഉണ്ടായിട്ടും അത് കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്താത്ത തരം ആളുകളെ ഇതിനേക്കാൾ ആകർഷകമായ വിധത്തില് അല്ലെങ്കിൽ ഫലപ്രദമായ വിധത്തില് വേറെ വിവരിക്കാൻ പറ്റുമോ എന്ന് വളരെ സംശയകരാണ്. ഖുർആനിൽ തന്നെ വേറെയും പല വിവരണങ്ങളുണ്ട്. അത്തരം വിവരണങ്ങളൊക്കെ പോലെ തന്നെ വളരെ കൃത്യമായ ഒരു വിവരണമാണ് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള സന്നദ്ധതയില്ലാത്ത, സത്യാന്വേഷണത്വരയില്ലാത്ത, ഒരു അന്വേഷണപരത മനസ്സിൽ കൊണ്ടു കണക്കാത്ത, അടഞ്ഞ ഹൃദയങ്ങളായിട്ട് ജീവിക്കുന്ന ആളുകളുടെ കാര്യം. ബധിരന്മാരെ പോലെയാണ് അവര്. വിളി കേൾപ്പിക്കാൻ താങ്കൾ വിളിച്ചത് കൊണ്ട് മാത്രമായില്ല, ആ വിളി അവരെ കേൾപ്പിക്കുക എന്നത് താങ്കളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല. ഫഇന്നക ലാ തുസ്മിഉൽ മൗത വലാ തുസ്മിഉ സുമ്മ ദുആഅ ഇദാ വല്ലൗ മുദ്ബിരീൻ. അതിന്റെ അടിസ്ഥാന കാരണം ഇതാണ്. അവര് ഇദാ വല്ലൗ മുദ്ബിരീൻ, അവർ പിന്തിരിഞ്ഞു പോയി കളയുന്നവരാണ്. കേൾക്കാൻ സന്നദ്ധതയുള്ള, മനസ്സിലാക്കാൻ സന്നദ്ധതയുള്ള, ഒരു അന്വേഷണത്തിന്റെ വാതില് തുറന്നു വെച്ച അവസ്ഥയിലുള്ള ഹൃദയമുള്ള ആളുകളല്ല ഇവരൊന്നും തന്നെ. അതുകൊണ്ട് അത്തരം ആളുകളെ, ഈ ബധിരന്മാരെ കേൾപ്പിക്കുക എന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിളിയും അവരെ കേൾപ്പിക്കാൻ കഴിയില്ല, സാധിക്കില്ല. അവര് മൃതദേഹങ്ങളെ പോലെയാണ്, അല്ലെങ്കിൽ മൗത്ത എന്ന അവസ്ഥയിലാണ് അവർ, മൃതാവസ്ഥയിലാണ്. അവരുടെ മനസ്സുകള് തങ്ങൾ പറയുന്നതിനോട് പ്രതികരിക്കുന്നില്ല. അവർ ഹൃദയങ്ങളെ അടച്ചുപൂട്ടി വെച്ചിട്ടുള്ള ആളുകളാണ്. അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ പറയും, പലയിടത്തും കാണാൻ സാധിക്കും. ഖുലൂബുന ഗുൽഫുൻ എന്നൊക്കെ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഒരു ആവരണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കയിലെ കുഫാറുകളും മുശ്രിക്കുകളും. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇതൊന്നും അങ്ങ് കയറൂല, ഞങ്ങളുടെ ഹൃദയങ്ങൾക്കൊക്കെ ഒരു റാപ്പിംഗ് ഉണ്ട്, ഒരു ആവരണമുണ്ട് എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഹൃദയങ്ങളെ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്ന, കാര്യങ്ങളെ തുറന്ന മനസ്സോടെ സമീപിച്ച് വിലയിരുത്തി മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാത്ത, ഈ അടഞ്ഞ ഹൃദയങ്ങളുമായി കഴിയുന്ന, ഈ മൃതപ്രായമായ അവസ്ഥയിൽ ഉള്ള പോലെയുള്ള ആളുകൾ, അവരെ ഒരു വിളിയും കേൾപ്പിക്കാനും അവരെ താങ്കൾ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നവരാക്കി മാറ്റാനും താങ്കൾക്ക് സാധിക്കുകയില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. തുടർന്ന് പറയുന്നത് വമാ അൻത ബിഹാദിൽ ഉമ്മി, അതേപോലെ അന്ധത ഉള്ള ആളെ, ഉമ്മിയ് എന്ന് പറഞ്ഞാൽ അന്ധനാണ്, അന്ധനെ വഴി കാണിക്കുക എന്നതും താങ്കൾക്ക് സാധിക്കുന്ന ഒരു സംഗതിയല്ല. ഇവിടെയും അന്ധത എന്ന് പറയുന്നത് കണ്ണുകളെ ബാധിക്കുന്ന അന്ധതയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കണ്ണുകളെ അല്ല അന്ധത ബാധിക്കുന്നത്, നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങളെയാണ് അന്ധത ബാധിക്കുന്നത് എന്നത്
ഖുർആൻ കൃത്യമായിട്ട് വേറെ ഒരിടത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തീ ഫി സുദൂർ എന്ന് ഖുർആൻ ആക്കിയിട്ടുള്ളത്. നിശ്ചയമായിട്ടും കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത്, നെഞ്ചകങ്ങളിലുള്ള ഹൃദയങ്ങളെയാണ് അന്ധത ബാധിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. കാര്യങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സന്നദ്ധതയില്ലാതെയായി അടഞ്ഞ ഹൃദയങ്ങളായി മാറിയിട്ടുള്ള ആളുകളെയാണ് യഥാർത്ഥത്തിൽ ആ നിലക്ക് അള്ളാഹു പരാമർശിക്കുന്നത്. വമാ അൻത ബിഹാദിൽ ഉമ്മി, അന്ധനെ വഴി കാണിക്കുക എന്ന ഒരു ദൗത്യം നിർവഹിക്കുന്നവനല്ല താങ്കൾ. ഇവിടെ അന്ധൻ എന്ന് പറഞ്ഞാൽ കാണാനുള്ള സന്നദ്ധത ഇല്ലാത്തവനാണ്, കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്തവനാണ് എന്നല്ല. കാണാനും അറിയാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള സന്നദ്ധത ഇല്ലായ്ക എന്നത് വല്ലാത്തൊരു അന്ധതയാണ് അത് സൃഷ്ടിക്കുക. കണ്ണ് കാണാത്ത പലരും ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യം അന്വേഷിച്ച് കണ്ടെത്തുകയും ആവേശപൂർവം ആ മാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുറയിൽ തന്നെ, ആ കാലഘട്ടത്തിൽ തന്നെ അത്തരം ആളുകൾ ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിൽക്കാലത്തും ദൈവികമായ മാർഗദർശനം അന്വേഷിച്ച് തേടി കണ്ടെത്തി അത് വളരെ താല്പര്യപൂർവം പിൻപറ്റുന്ന കണ്ണുകളെ അന്ധത ബാധിച്ച ആളുകൾ ധാരാളം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. മറിച്ച് ഹൃദയങ്ങളെ അന്ധത ബാധിച്ച തരം ആളുകൾ, അത്തരം ആളുകളുടെ പ്രശ്നം അവർക്ക് യാഥാർത്ഥ്യം കാണാനുള്ള സന്നദ്ധതയില്ല. അവര് സ്വന്തം ഹൃദയങ്ങളെ തന്നെ സത്യം ഉൾക്കൊള്ളുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തി വെച്ചിരിക്കുകയാണ്. അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഇല്ലാതാക്കി അതിനെ ഒരു മരിച്ച അവസ്ഥയിലാക്കി മാറ്റിയിരിക്കുകയാണ് അവർ. കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു ചൈതന്യവത്തായ ഒരു അന്വേഷണം അവരിൽ അവശേഷിക്കുന്നില്ല. അങ്ങനെയുള്ള അന്ധരെ വഴി കാണിക്കുക എന്നത് താങ്കൾക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഒരു വഴികാട്ടിയല്ല താങ്കൾ, അന്ധന്മാരുടെ വഴികാട്ടിയല്ല താങ്കൾ. വമാ അൻത ബിഹാദിൽ ഉമ്മി അൻ ളലാലതിഹിം. അപ്പോ ഉമ്മിയായിട്ട് സ്വയം അന്ധത ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകൾ, അവരെ അവരുടെ മാർഗഭ്രംശത്തിൽ നിന്ന്, ലലാലത്തിൽ നിന്ന് ഹിദായത്തിലേക്ക് നയിക്കുക എന്നൊരു കാര്യം താങ്കൾക്ക് ചെയ്യാൻ കഴിയില്ല. ആ ഒരു പണിയല്ല താങ്കളെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത്. കണ്ണു കാണാത്തവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രതിബദ്ധതയും വേണ്ടതില്ല എന്നല്ല. കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത, കണ്ണുകൾ പ്രവർത്തനക്ഷമമല്ലാത്ത ആളുകളെ താങ്കളുടെ വിശ്വാസപാതയിലേക്ക് ക്ഷണിക്കേണ്ട, അവരെ വിട്ടേക്ക് എന്നല്ല പറയുന്നത്. മറിച്ച് സ്വയം അന്ധത ഏറ്റുവാങ്ങിക്കൊണ്ട് കഴിയുന്ന ആളുകൾ, അവരുടെ ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിച്ചിട്ടുള്ളത്. അത്തരം ആളുകൾക്ക് താങ്കൾ എന്ത് പറഞ്ഞു കൊടുത്തുകൊണ്ട് പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല. അവരെ വഴി കാണിക്കുക എന്നത്, അവരെ ലലാലത്തിൽ നിന്ന് ശരിയായ വഴിയിലേക്ക് നയിക്കുക എന്നത് താങ്കൾക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല, താങ്കളെ ചുമതലപ്പെടുത്തിയ ഒരു കാര്യവുമില്ല. ആരുടെ കാര്യത്തിലാണ് താങ്കളുടെ പ്രവർത്തനം ഫലപ്രദമാവുക? ഇല്ലാ മൻ യുഅ്മിനു ബി ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധരായവരൊഴികെ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കാണാൻ കഴിയുക എന്നതാണ് അടിസ്ഥാന യോഗ്യത. അള്ളാഹു കൂടെ പറയുന്ന അതാണ്. ദൈവിക ദൃഷ്ടാന്തങ്ങള് അള്ളാഹു ഈ പ്രപഞ്ചത്തില് സത്യസന്ധതയോടുകൂടി ഓരോന്നിനെയും നോക്കിക്കാണാൻ ശ്രമിക്കുന്ന, എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന വിധത്തിൽ അള്ളാഹു ധാരാളം വെച്ചിട്ടുണ്ട്. അവയിൽ ചിലതൊക്കെ അള്ളാഹു നമ്മളെ വിശുദ്ധ ഖുർആനിലൂടെ കേൾപ്പിച്ചു തരികയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത തന്നെ കോടിക്കണക്കിന് ദൈവിക ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ചുറ്റുപാടുമായിട്ടുണ്ട്. ഈ ദൃഷ്ടാന്തങ്ങളെ കാണാൻ കഴിയുക എന്നത്, അതിലൂടെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള
സന്നദ്ധത ഉണ്ടാവുക എന്നത് ഒരു അടിസ്ഥാന യോഗ്യതയാണ്. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, പടച്ച തമ്പുരാനെ തിരിച്ചറിയുന്നതിനും സന്മാർഗം ലഭിക്കുന്നതിനും മാത്രമുള്ളതല്ല. അപ്പൊ നമ്മള് തീർത്തും ഭൗതികമായ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരിടത്ത് പോവുകയാണ്, ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ, അന്വേഷിക്കാൻ. അപ്പോൾ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ കാണുന്ന ലക്ഷണങ്ങളും അടയാളങ്ങളും സാഹചര്യ തെളിവുകളും ഒക്കെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നവരായിരിക്കും മിക്കവാറും ആളുകളൊക്കെയും തന്നെ. അതിനുവേണ്ടിയാണല്ലോ ഒരിടത്ത് പോയി ആ പരിസരത്തിനെ മനസ്സിലാക്കി കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയാണ്. അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ആളുകളിൽ ഭൂരിഭാഗവും തന്നെ. അവരിപ്പോ ഒരു കച്ചവട സംരംഭം തുടങ്ങുകയാണെങ്കിൽ അത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അതിന് യോജിച്ചതാണോ, അതിന് വേണ്ട റോ മെറ്റീരിയൽസ് അവിടെ ലഭ്യമാകുമോ, അതിന് വേണ്ട കസ്റ്റമേഴ്സ് അവിടെ ഉണ്ടാകുമോ, അവിടെ കച്ചവടത്തിനുള്ള സാധ്യത അവശേഷിക്കുന്നുണ്ടോ, അതെല്ലാം ഇതിനകം തന്നെ ധാരാളം പേര് അത്തരം ഒരു സംരംഭം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടാണ് ഒരു സംരംഭം ഒരാൾ തുടങ്ങുന്നത്. അങ്ങനെയുള്ള യാതൊരു ലക്ഷണങ്ങളും പോയി കണ്ട് മനസ്സിലാക്കാൻ കൂട്ടാക്കാത്ത ഒരാള് അവിടെ എന്തെങ്കിലും സംരംഭം തുടങ്ങിയാൽ അത് വിജയിക്കും. അപ്പോ പ്രാഥമികമായിട്ട് ഒരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ നോക്കി നിരീക്ഷിച്ച് വിലയിരുത്തി മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സാധിക്കുക. അപ്പോ ഒരു പ്രാഥമിക യോഗ്യത അതൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവാണ്. പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിനും സത്യമാർഗം ഉൾക്കൊള്ളുന്നതിനും ഒരാൾക്ക് ആവശ്യമായത് സമാനമായ ഒരു കഴിവ് തന്നെയാണ്. അത് കാര്യങ്ങളെ വിലയിരുത്തി മനസ്സിലാക്കാനുള്ള സന്നദ്ധതയാണ്. ആ സന്നദ്ധത ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവാചകൻ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതോ ഒരു ദൈവിക ഗ്രന്ഥം ഇറക്കപ്പെടുന്നതോ ഒന്നും പ്രയോജനം ചെയ്യില്ല. അതൊക്കെ അവരുടെ കാതുകളിലൂടെ അങ്ങ് കടന്നു പോകും എന്നല്ലാതെ അവരുടെ ഹൃദയങ്ങളിലേക്ക് അതൊന്നും പ്രവേശിക്കില്ല. സത്യം ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത അവരിൽ ഉണ്ടാവുകയും ഇല്ല. അള്ളാഹുവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് വമാഅൻത ബിഹാദിൽ ഉമ്മി, അന്ധത ബാധിച്ച ആളുകളെ വഴി കാണിക്കുക എന്നതല്ല താങ്കളുടെ ദൗത്യം. അൻ ലലാലത്തിഹിം, അവരുടെ മാർഗഭ്രംശത്തിൽ നിന്ന് അവരെ കൈപിടിച്ച് ഹിദായത്തിലേക്ക് കൊണ്ടുവരിക എന്നത് സ്വയം അന്ധത ഏറ്റുവാങ്ങിയ ആളുകളുടെ കാര്യത്തില് അങ്ങനെ ഒരു ഹാദിയായി പ്രവർത്തിക്കാനല്ല അള്ളാഹു താങ്കളെ നിയോഗിച്ചിട്ടുള്ളത്. മറിച്ച് അതുപോലെ തന്നെ ഇൻ തുസ്മിഉ ഇല്ലാ മൻ യുഅ്മിനു ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസം ഉൾക്കൊള്ളാനുള്ള സന്നദ്ധതയുള്ള ആളുകൾ, അവരെ അല്ലാതെ താങ്കൾക്ക് ഒന്നും കേൾപ്പിക്കാനും കഴിയില്ല. വലിയ ലൗഡ് സ്പീക്കറിൽ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് നമ്മളെ ശബ്ദം വളരെയേറെ ആംപ്ലിഫൈ ചെയ്ത് കേൾപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. അത് അവരിലേക്ക് എത്തൂല. അവരുടെ കാതുകൾ അതിന് റിസപ്റ്റീവ് അല്ല. അവരുടെ കാതുകൾ അത് കേട്ട് ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള ഒരു അവസ്ഥയിൽ, റിസപ്ഷൻ തരുന്ന അവസ്ഥയിലല്ല ഉള്ളത്. എന്നിട്ട് അള്ളാഹു പറയുന്ന ഫഹും മുസ്ലിമൂൻ, വിധേയപ്പെടുവാനുള്ള സന്നദ്ധതയോടുകൂടി ദൈവിക ദൃഷ്ടാന്തങ്ങളെ കാണാനും വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ സന്നദ്ധതയുള്ള ആളുകൾക്ക് മാത്രമേ പ്രവാചകരെ താങ്കളുടെ ദൗത്യം പ്രയോജനപ്പെടുകയുള്ളൂ. അന്ധതയിൽ കഴിയുന്ന, സ്വയം സ്വീകരിച്ച അന്ധതയിൽ കഴിയുന്ന ആളുകളെ സന്മാർഗികളാക്കുക എന്നത്, അവരെ ദുർമാർഗത്തിൽ നിന്ന് കൈപിടിച്ച് സന്മാർഗത്തിലേക്ക് ബലമായി കൊണ്ടുവരിക എന്നത് താങ്കളെ സംബന്ധിച്ചിടത്തോളം ചുമതലപ്പെടുത്തപ്പെട്ട ഒരു കാര്യമല്ല. ആളുകൾക്ക് ദൈവിക ദൃഷ്ടാന്തങ്ങൾ കേൾപ്പിക്കുക, അത് അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നതൊക്കെ മാത്രമേ താങ്കളെ അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുള്ളൂ. അത് കാണലും അത് കേൾക്കലും അവരുടെ ഉത്തരവാദിത്തമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ യാഥാർത്ഥ്യം മുൻനിർത്തിക്കൊണ്ട്, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിനെ മുൻനിർത്തിക്കൊണ്ട്
അവന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കും, ചൂണ്ടിക്കാണിക്കും. പക്ഷെ അത് കാണുക എന്നത്, ഉൾക്കൊള്ളുക എന്നത് ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. അവരോട് യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സംസാരിക്കും. പക്ഷെ അത് കേട്ട് മനസ്സിലാക്കുക എന്നത് അവരുടെ ബാധ്യതയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. അതിനുള്ള സന്നദ്ധതയുള്ള ആളുകളെയാണ് അള്ളാഹുവിടെ മയ്യുമിനു ബി ആയാത്തിന എന്ന വിധത്തിൽ വിവരിക്കുന്നത്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസം ഉൾക്കൊള്ളാനുള്ള സന്നദ്ധതയുള്ള ആളുകൾ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസമുള്ള ആളുകൾ. ഈ ആളുകള് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദൈവിക ദൃഷ്ടാന്തങ്ങളെ വിലയിരുത്തി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുള്ള ആ ഫ്രെയിം ഓഫ് മൈൻഡ് ഉള്ള ആളുകൾ. അത്തരം ആളുകൾക്ക് മാത്രമാണ് താങ്കളുടെ ദൗത്യ നിർവഹണം പ്രയോജനപ്പെടുക. ബാക്കിയുള്ളവരെ ഇങ്ങനെ കണ്ണു തുറന്ന് പലതും കാണുന്നുണ്ടാവും, പക്ഷെ അതൊന്നും അവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തുകയില്ല. പലതും അവർ കേൾക്കുന്നുണ്ടാകും, പക്ഷെ അതൊന്നും ഒരു വേണ്ട റെസ്പോൺസ് അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ടാവില്ല. അപ്പൊ ഇൻ തുസ്മിഉ ഇല്ലാ മൻ യുഅ്മിനു ബി ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകളെ മാത്രമാണ് താങ്കൾ കേൾപ്പിക്കുന്നത്. ഫഹും മുസ്ലിമൂൻ, അത് എളിമ കാണിച്ചുകൊണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പ്രപഞ്ച സൃഷ്ടാവിനും മുന്നിൽ സ്വയം സമർപ്പിക്കാനുമുള്ള സന്നദ്ധത ഉള്ളവരായിക്കൊണ്ട് അതിന് സന്നദ്ധാവുമ്പോൾ. കിബറുള്ള ഒരാൾക്ക് ഹക്ക് കാണാൻ കഴിയില്ല എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്. മനസ്സിന് അന്ധത അല്ലെങ്കിൽ ഒരു തരം അഹന്ത ബാധിച്ച അവസ്ഥയിലുള്ള ആളുകൾ, അവരുടെ വിരൽത്തുമ്പിലാണ് അല്ലെങ്കിൽ കാലിന്റെ ചുവട്ടിലാണ്, കൺമുന്നിലാണ് യാഥാർത്ഥ്യമുള്ളതെങ്കിൽ പോലും അത്തരം ആളുകൾക്ക് ഹക്ക് കാണാൻ കഴിയില്ല. കാരണം അവരുടെ കിബിർ, അവരുടെ ഹൃദയങ്ങളെ ബാധിച്ചിരിക്കുന്ന അഹന്ത, അത് അവർക്കൊരു മറയിട്ട് കളയും. കാര്യങ്ങൾ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. മറിച്ച് ഹക്ക് എന്താണ് എന്നത് മനസ്സിലാക്കിയിട്ട് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ മുന്നിൽ സ്വയം സമർപ്പിക്കാൻ സന്നദ്ധതയുള്ള ആളുകളുണ്ട്. അവര് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള സന്നദ്ധതയുള്ള ആളുകളാണ്. അവരെ അഹങ്കാരമോ അഹന്തയോ ഒന്നും പിടികൂടിയിട്ടില്ല. സത്യം എന്താണെന്ന് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അങ്ങനെ സ്വയം സമർപ്പിക്കാൻ സന്നദ്ധതയുള്ള ആളുകളുണ്ടല്ലോ, അത്തരം ആളുകൾക്ക് മാത്രമേ താങ്കളുടെ ദൗത്യം പ്രയോജനപ്പെടുകയുള്ളൂ എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ സൂറത്ത് റൂമിലെ 2 ആയത്തുകളാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. 52, 53 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുകയുണ്ടായത്. ചില ചോദ്യങ്ങൾ കൂടി കേൾപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചിന്മയ ചോദിച്ച ഒരു ചോദ്യം, മരണാനന്തര ജീവിതത്തിൽ 10 മടങ്ങ് ലഭിക്കുമെന്ന ആശ കൂടിയാകുമ്പോൾ മനുഷ്യരെല്ലാം സഹിച്ചു കഴിഞ്ഞുകൊള്ളും. ഭരണകർത്താക്കൾക്ക് പാവപ്പെട്ടവരുടെ പ്രതിഷേധമോ അസംതൃപ്തിയോ നേരിടേണ്ടി വരികയില്ല എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം പല നിലക്കും ഭൗതിക ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. നല്ല നീതിബോധമുള്ള ഭരണാധികാരികളാണെങ്കിൽ പാരത്രിക ബോധമുള്ള പ്രജകൾ വളരെ വലിയ സഹകരണവും പിന്തുണയൊക്കെ നൽകുന്നവരായിട്ട് തന്നെയാണ് ഉണ്ടാവുക. അവര് പ്രയാസങ്ങൾ നേരിടുമ്പോൾ സഹനം കാണിക്കാൻ സന്നദ്ധാകും, പരസ്പരം സഹായിക്കാനുള്ള വലിയ സന്നദ്ധത കാണിക്കും, വിഭവങ്ങൾ പങ്കുവെക്കാനും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ അവരുടെ വിഭവങ്ങളിൽ പങ്കാളികളാക്കാനും ഒക്കെയുള്ള സന്നദ്ധത ഉള്ള ആളുകളായിരിക്കും. ഭരണകർത്താക്കൾക്ക് തീർച്ചയായിട്ടും അത് ആശ്വാസം ആവുകയും ചെയ്യും, അതിലൊന്നും ഒരു സംശയവുമില്ല. എന്നാൽ ഇതേ പാരത്രിക ബോധമുള്ള ആളുകൾ തന്നെ അക്രമിയായ ദ്രോഹിയായ ഒരു ഭരണാധികാരിയാണ് അധികാരത്തിൽ ഇരിക്കുന്നതെങ്കിൽ
അവർക്ക് വലിയ തലവേദനയും ആകും. അഫ്ദലുൽ ജിഹാദി കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജാഇരിൻ എന്ന് ഒരു ഹദീസിൽ കാണാൻ കഴിയും. ഏറ്റവും ഉത്തമമായ പോരാട്ടം ധിക്കാരിയായ അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിൽ സത്യം പറയുക എന്നതാണ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളിപ്പെടുത്തലിനെ ഉൾക്കൊള്ളുന്ന ആളുകളാണ് സത്യവിശ്വാസികൾ. അപ്പൊ അക്രമകാരിയായ ഒരാളാണ്, ധിക്കാരിയായ സ്വേച്ഛാധിപതിയായ ഒരാളാണ് അധികാരം വാഴുന്നതെങ്കിൽ, അയാൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവനാണെങ്കിൽ ഏറ്റവും ഏറെ തലവേദന അയാൾക്ക് ഉണ്ടാവുക സത്യവിശ്വാസികളായ ആളുകളിൽ നിന്ന് തന്നെയായിരിക്കും. മരണഭയമില്ലാതെ പാരത്രിക ബോധത്താൽ പ്രചോദിതരായിക്കൊണ്ട് മരണാനന്തരം അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും എന്ന കാര്യം കർത്തവ്യബോധമുള്ളവരാക്കി മാറ്റിയ അവസ്ഥയിൽ അവരൊക്കെ തന്നെ അങ്ങനെയുള്ള സ്വേച്ഛാധിപതിയായ ഭരണാധികാരിക്കെതിരിൽ രംഗത്ത് വരും. വലിയ ദ്രോഹം ജനങ്ങളുടെ മേൽ അഴിച്ചുവിട്ടുകൊണ്ട് ഭരണം നടപ്പിലാക്കിയിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യയിൽ നിന്ന് തുരത്തി ഓടിക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. പാരിത്രിക ജീവിതത്തിൽ വിശ്വാസമുള്ള പടച്ചതമ്പുരാന്റെ മുന്നിൽ ഹാജരാകേണ്ടി വരും എന്ന ധാരണയിൽ നിലകൊണ്ടിരുന്ന ആളുകളാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരിൽ നമ്മുടെ നാട്ടില്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അതുപോലെ ഉണ്ടായിട്ടുണ്ട്, പ്രക്ഷോഭവുമായിട്ട് രംഗത്ത് വന്നതും ജീവൻ നൽകിക്കൊണ്ട് പോലും അവർക്കെതിരിൽ പോരാടാൻ സന്നദ്ധരായി രംഗത്ത് വന്നതൊക്കെ. ഈ കാര്യം നിങ്ങൾ സൂചിപ്പിച്ച ഈ സംഗതിയുടെ ഒരു മറുവശമാണ്. ഭരണാധികാരികൾക്ക് കാര്യങ്ങൾ എളുപ്പമാവുക എന്നത് അത്ര മോശമായ സംഗതിയൊന്നുമല്ല. ഭരണാധികാരി ഒരിക്കലും ഒരിടത്തും ഒരു മാന്ത്രികനല്ല. അയാൾക്ക് എന്തെങ്കിലും അത്ഭുതം സൃഷ്ടിച്ചു കളയാം എന്ന നിലക്ക് ജനക്ഷേമം അങ്ങ് എളുപ്പത്തില് അയാൾക്ക് സിംഗിൾ ഹാൻഡഡ് ആയിട്ട് സമൂഹത്തിന്റെ പിന്തുണയോ സഹായമോ ഒന്നുമില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല. അങ്ങനെയുള്ള ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെടുന്ന ഒരു സൂപ്പർമാൻ ആയിട്ടുള്ള ഒരാളല്ല ഭരണാധികാരി. മനുഷ്യൻ തന്നെയാണ്. ബാക്കിയുള്ള ആളുകളുടെ സഹകരണവും പിന്തുണയൊക്കെ ഉണ്ടെങ്കിലേ അയാൾക്ക് അയാളുടെ ഭരണനിർവഹണം ഫലപ്രദമാക്കാൻ സാധിക്കുകയുള്ളൂ. സത്യാധിഷ്ഠിതമായ ഒരു ജീവിത ദർശനത്തില് വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ഭരണാധികാരി നീതിയും സത്യവും ഉയർത്തിപ്പിടിക്കുന്ന ആളാണെങ്കിൽ അയാളെ പിന്തുണച്ചുകൊണ്ട് നിലകൊള്ളുക എന്നത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം. അത് ഭരണാധികാരികൾക്ക് ചെറിയ വിധത്തിലുള്ള ആശ്വാസമൊക്കെ ആകും എന്നതിൽ സംശയമൊന്നുമില്ല. എന്താണേലും കുഴപ്പം, അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. ഭരണാധികാരി നിങ്ങൾ കരുതുന്ന പോലെ ഈ പ്രജകളിൽ നിന്ന് വ്യത്യസ്തനായി ഒരു പഴയ നാടുവാഴി സമ്പ്രദായത്തിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഒരു 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 തമ്പുരാനായിട്ട് കഴിയുന്ന ഒരവസ്ഥ എന്നതാണ് നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഭരണാധികാരിയെങ്കിൽ അങ്ങനെ ഒരു ഭരണാധികാരിയെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല എന്നതാണ് വസ്തുത. അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഞാൻ. അതവിടെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലരും കുറിച്ചിട്ട സംഗതികളുണ്ട്. ഞാൻ അതൊന്നും വായിക്കുന്നില്ല. അതിനൊന്നും പറയത്തക്ക പ്രസക്തിയൊന്നുമില്ല. അതുകൊണ്ട് അത് വിട്ടുകളയാണ്. അപ്പോ ചോദ്യങ്ങൾ മാത്രം ഉന്നയിക്കുന്ന ഒരു രീതി സ്വീകരിക്കപ്പെടണം എന്നാണ് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്. മറ്റൊരു ചോദ്യം കാസിം റിസ്വി എഴുതി അയച്ചിട്ടുള്ളതാണ്. ഒരു സംശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്രാ വേളയിൽ ജെറുസലേമിലെ മസ്ജിദുൽ അഖ്സയുടെ സ്ഥാനത്ത് ഒരു മസ്ജിദ് ഉണ്ടായിരുന്നെങ്കിൽ അത് ക്രൈസ്തവർക്കോ യഹൂദർക്കോ അവകാശപ്പെട്ടതായിരുന്നില്ലേ? എങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇന്ന് പലസ്തീൻ ജെറുസലേം അവകാശപ്പെടാൻ എങ്ങനെയാണ് സാധിക്കുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് സംബന്ധമായി വ്യക്തമായ ഒരു മറുപടി വിശുദ്ധ ഖുർആൻ തന്നെ നൽകുന്നുണ്ട്.
അർളുൽ മുഖദ്ദസയിലാണ്, നിങ്ങൾ ഈ പറയുന്ന വിശുദ്ധ ഭൂമിയിലാണ് ഈ ജെറുസലേം എന്ന പ്രദേശവും അതുപോലെ മസ്ജിദുൽ അഖ്സയും ഒക്കെ നിലകൊള്ളുന്നത്. അള്ളാഹുവിന്റെ മുത്തഖികളായ ഇബാദുകൾ മാത്രമേ അതിന്റെ കൈകാര്യകർത്താക്കളായിക്കൂടൂ എന്നത് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ഒരു നയവും നിലപാടും ഒക്കെയാണ്. അനർഹരായ ആളുകൾ അവിടെ കൈകാര്യകർത്താക്കളായി മാറുമ്പോൾ അവര് തിരിച്ചടി നേരിടേണ്ടി വരും എന്നതും അള്ളാഹു അവരെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്നതുമാണ് ഖുർആൻ നൽകുന്ന സൂചന. യഹൂദ സമൂഹം അവരുടെ തുടർച്ചയായിട്ട് തന്നെയാണ്, ബനു ഇസ്രായേലിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈസ അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ വരുന്നത്. കാരണം ഈസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു നിയോഗിച്ചയച്ചിട്ടുണ്ടായിരുന്നത് ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് തന്നെയാണ്, ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്കായിട്ടല്ല. വിശുദ്ധ ഖുർആൻ അത് വ്യക്തമാക്കുന്നു. വൈലാ ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു നിയോഗിച്ചയച്ച കാര്യം പറയുന്നത്. അതുകൊണ്ട് ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് അയക്കപ്പെട്ട മൂസ അലൈഹി ഇസ്ലാമിനെയും ദാവൂദ് അലൈഹി ഇസ്ലാമിനെയും സുലൈമാൻ അലൈഹി ഇസ്ലാമിനെയും ഒക്കെ പോലെയുള്ള ഒരു പ്രവാചകനായിരുന്നു ഈസ അലൈഹി ഇസ്ലാം. അപ്പോ ക്രൈസ്തവരായാലും യഹൂദരായാലും അവര് ബനു ഇസ്രായേൽ സമൂഹത്തിലെ പ്രവാചകന്മാരുടെ അനുയായികളായിട്ട് രൂപപ്പെട്ടു വന്ന സമൂഹം പിൽക്കാലത്ത് പല വിധത്തിലുള്ള വ്യതിചലനങ്ങളിലേക്കും പോയിട്ടുള്ള കൂട്ടരാണ് യഹൂദരും ക്രൈസ്തവരും. ഇത് രണ്ടു കൂട്ടരും ഒരുപോലെയാണെന്നൊന്നും പറയല്ല ഞാൻ. വിശുദ്ധ ഖുർആനിൽ തന്നെ അവര് തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അർളുൽ മുഖദ്ദസയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും സന്ദർഭത്തില് മക്കയിൽ നിന്ന് ഈ ബൈത്തുൽ മഖ്ദിസിലേക്കാണ് യാത്ര ചെയ്തിട്ടുള്ളത്. അവിടുന്നാണ് വാനലോകത്തേക്ക് സഞ്ചരിച്ചിട്ടുള്ളത്. ഈ സ്ഥാനത്ത് അന്ന് പള്ളിയിൽ മസ്ജിദ് ഉണ്ടായിരുന്നോ എന്നാണ് ഒരു ചോദ്യം. അവിടെ ഇന്ന് നമ്മൾ കാണുന്ന കെട്ടിടം ആ നിർമ്മാണ രൂപത്തിലൊന്നും ആയിരുന്നില്ലെങ്കിലും മസ്ജിദ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടത് എന്നാണ് ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ അങ്ങനെ ഒരു സമുച്ചയം, ഒരു ദേവാലയം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ യഥാർത്ഥ തുടർച്ചക്കാര് അത് ഏത് വിഭാഗത്തിൽ പെടുന്നവരായാലും അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവന്റെ സത്യമാർഗം ഉൾക്കൊണ്ട് പ്രവാചകന്മാരെ പിൻപറ്റുന്ന വിധത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അല്ലാതെ അത് ഏതെങ്കിലും ഒരു കുലത്തിനോ വിഭാഗത്തിനോ അള്ളാഹ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതല്ല. അത് യഹൂദ സമൂഹത്തിൽ പെട്ടു എന്നതുകൊണ്ട് അതിന്റെ കൈകാര്യകർത്താക്കളാകാൻ അവര് അർഹരല്ല. മറിച്ച് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് വിധേയത്വം കാണിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്ന പ്രവാചകന്മാരിലൂടെ പിന്തുടർച്ചയായിട്ടുള്ള ദൗത്യ നിർവഹണം അള്ളാഹു ഒരു ഘട്ടത്തിൽ അവരെ ഏൽപ്പിച്ചതായിരുന്നല്ലോ. ആ കാര്യം നിർവഹിക്കാൻ സന്നദ്ധതയുള്ള ആളുകളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള സംഗതിയാണ്. അതിന് സന്നദ്ധരല്ലാതെ സാമുദായികതയുടെയും അസബിയത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഘാടനം നടത്തി നിലകൊള്ളുന്ന ഒരു സമൂഹം പിൽക്കാലത്ത് ബനു ഇസ്രായേല് അങ്ങനെയുള്ള കുടുംബവാഴ്ചയുടെയും അല്ലെങ്കിൽ അവരുടെ റേസിസത്തിന്റെയും പേരിലാണ് അറിയപ്പെടുന്നത് തന്നെ. അങ്ങനെ ഒരു റേസ് എന്നുള്ള നിലക്ക് അവർക്ക് യാതൊരു മഹത്വവും അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. പ്രവാചകന്മാരുടെ ആദർശത്തിന്റെ പിന്തുടർച്ചക്കാരായി നിലകൊള്ളുമ്പോൾ മാത്രമാണ് അവർക്ക് പ്രാധാന്യമുള്ളത്. ഒരു റേസ് എന്നുള്ള നിലക്കോ ഒരു കുലത്തിൽപ്പെട്ടവർ എന്നുള്ള നിലക്കോ ഒന്നും ഒരു പ്രാധാന്യവും അള്ളാഹു അവർക്ക് കൽപ്പിച്ചിട്ടില്ല. മറിച്ച് ഇസ്രായേൽ പ്രവാചകന്റെ ആ ആദർശ പാതയിലൂടെ അതിന്റെ പിന്തുടർച്ചക്കാരായിട്ട്, ആദർശത്തിന്റെ പിന്തുടർച്ചക്കാരായിട്ട് വരുന്ന അവസ്ഥയിൽ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും പ്രാധാന്യവും അവകാശവും ഒക്കെ ഉള്ളത്. അതില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയ ഘട്ടങ്ങളിൽ അവരെ 2 തവണ അവിടെ നിന്ന് തുരത്തി ഓടിച്ച കാര്യം ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ ഗോത്രപരമായിട്ടോ തങ്ങളുടേതാണ് എന്ന അവകാശവാദം മസ്ജിദുൽ അഖ്സായെ കുറിച്ചും അതുപോലെ
ജെറുസലേമിനെ കുറിച്ചും നടത്താൻ യഹൂദർക്കോ ക്രൈസ്തവർക്കോ ഇനി മുസ്ലിങ്ങൾക്കോ പോലും അവകാശമില്ല. അതാണ് മനസ്സിലാക്കേണ്ട ഒരു സംഗതി. അത് കുടുംബവാഴ്ചക്കാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഗത്തിന്റെയോ ഒരു വംശത്തിന്റെയോ ഒരു സ്വത്തായിട്ടല്ല അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തില് ദൈവികമായ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് നിലകൊള്ളുന്ന സ്വാലിഹുകളായ ആളുകൾക്ക് മാത്രമേ അതിന് അർഹതയുള്ളൂ. അത്തരം ആളുകള് അല്ല അവിടെ കൈകാര്യകർത്താക്കളായി എത്തുന്നത് എങ്കിൽ അള്ളാഹു അവരെ അവിടെ നിന്ന് തുരത്തി ഓടിച്ചതാണ് ഖുർആൻ പലയിടങ്ങളിലായിട്ട് പരാമർശിച്ചിട്ടുള്ളതും. ബനൂ ഇസ്രായേൽ ഇനിയും ആ ധിക്കാര മനസ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുവെങ്കിൽ നമ്മുടെ നടപടിക്രമങ്ങൾ, അവർക്കുള്ള ശിക്ഷാ നടപടിക്രമങ്ങൾ നമ്മൾ വീണ്ടും ആവർത്തിക്കും എന്നും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതാണ് അത് സംബന്ധമായ ആരുടെ അർഹതയാണ് അത് എന്ന, ആർക്ക് അവകാശപ്പെട്ടതാണ് അത് എന്ന കാര്യത്തിൽ ഉള്ള ഒരു കാര്യം. ഇവിടെ മസ്ജിദുൽ അഖ്സയിലേക്ക് ക്രൈസ്തവർക്കും യഹൂദർക്കും അതുപോലെ മുസ്ലിങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു അത്രയും ചരിത്രമുള്ള ഒരു ആരാധനാലയം എന്ന നിലക്ക് അവർക്കൊക്കെയും തന്നെ വരാനും ആ പ്രദേശത്തില് ആ പവിത്രമായ ഗേഹത്തിന്റെ സന്ദർശകരാവാനും ഒന്നും ഇസ്ലാം ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് അന്ന് ക്രൈസ്തവരുടെ അധീനതയിലുണ്ടായിരുന്ന ആ ഹൈക്കൽ സുലൈമാൻ എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. അത് ഖുർആനാണ് അതിനെ മസ്ജിദുൽ അഖ്സ എന്ന പേര് വിളിക്കുന്നത്. ആ ഭവനം മുസ്ലിങ്ങളുടെ കയ്യിൽ, ഖലീഫയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അന്നത്തെ അവിടുത്തെ ക്രിസ്ത്യൻ പാതിരിയാണ്. അതിന്റെ ചുമതല ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ സഭയുടെ അധിപനാണ് അത് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. വളരെ ഉത്തരവാദിത്വപൂർവമായിട്ട് നടന്ന ഒരു കൈമാറ്റമായിരുന്നു അത് എന്നതും കാണാൻ സാധിക്കും. എന്തായാലും ഇവിടെ മറ്റു വിഭാഗങ്ങൾ വരുന്നതിനോ അവിടത്തേക്ക് സന്ദർശകരായി എത്തുന്നതിനോ ഒന്നും ആരും മുസ്ലിം അധീനതയിൽ ഈ പ്രദേശം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഒരിക്കലും തന്നെ തടസ്സം ഉണ്ടായിട്ടില്ല. അത് ആരെയും തടഞ്ഞു നിർത്തുകയുണ്ടായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അപ്പോ പല ഘട്ടങ്ങളിലും പിന്നീട് ഈ മസ്ജിദുൽ അഖ്സ മുസ്ലിങ്ങൾക്ക് കൈമോശം വരുന്ന, അതിന്റെ നിയന്ത്രണം കൈവിട്ടു പോകുന്ന അവസ്ഥ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ളത് പിന്നീട് സലാഹുദ്ദീൻ അയ്യൂബിയുടെ ശ്രമകരമായ പ്രവർത്തനത്തിലൂടെ തിരിച്ചു നേടിയതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഈ മസ്ജിദുൽ അഖ്സയുടേത് ഇസ്ലാമിലെ മൂന്നാമത്തെ മഹത്വമുള്ള മസ്ജിദായിട്ടാണ്, അല്ലെങ്കിൽ സന്ദർശനം പുണ്യകരമായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള 3 മസ്ജിദുകളിൽ ഒന്നാണിത്. അപ്പോ ആ ഇടം മുസ്ലിങ്ങളുടെ അധീനതയിലേക്ക് വന്നിട്ടുള്ളതിന് അതിന്റെ ചരിത്രപരമായ സംഗതികളൊക്കെ നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് ഏതെങ്കിലും ഒരു റേസിന് അവകാശപ്പെട്ടതായിട്ട്, ഒരു വംശത്തിന് അവകാശപ്പെട്ടതായിട്ട് ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല, ഖുർആൻ അംഗീകരിച്ചിട്ടില്ല, അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല. അത് അതിന്റെ ദൈവിക ആദർശം മുൻനിർത്തിക്കൊണ്ട് നിലകൊള്ളുന്ന സ്വാലിഹുകളായ ആളുകൾ മാത്രമേ അതിന് അവകാശമുള്ളവരായിട്ടുള്ളൂ എന്നാണ് ഖുർആൻ അത് സംബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത്. യഹൂദര് ആ ഒരു പരിഗണനക്ക് അർഹരല്ലാതെയായി മാറിയ കാര്യം വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് വ്യക്തമാക്കപ്പെട്ടിട്ടുമുണ്ട്. ഇതാണ് അത് സംബന്ധമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇതിന്റെ ഒരുപാട് ചരിത്രപരമായ വിശദീകരണങ്ങളും അല്ലെങ്കിൽ വിശദാംശങ്ങളും ഒക്കെ ഇതിനോട് ചേർത്ത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് വളരെ ബൃഹത്തായ ഒരു വിഷയവുമാണ്. അത് സംബന്ധമായ പുസ്തകങ്ങളും രചനകളും ഒക്കെ ലഭ്യമാണ്. അത് പ്രയോജനപ്പെടുത്തുകയായിരിക്കും കൂടുതൽ ഇത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപകരിക്കുക. അതുപോലെ ഒരു പ്രമുഖനായ ഒരു പണ്ഡിതൻ ഷെയ്ഖ് ഇമ്രാൻ ഹുസൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷിൽ വളരെ ആകർഷകമായ പ്രഭാഷണങ്ങൾ നടത്താറുള്ള വളരെ പ്രായമുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹം ഇസ്ലാമിക് എസ്കറ്റോളജിയുടെ
അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഇസ്ലാമിന്റെ ഈ അവസാന കാലഘട്ടവുമായി ആഖിർ സമാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ത്തിന്റെ ഒരു പുസ്തകം ജെറുസലം ഇൻ ദ ഖുർആൻ എന്നത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാവുന്ന വിധത്തിൽ സൈബർ സ്പേസിൽ അവൈലബിൾ ആണ് താൻ. അതുപോലെ അദ്ദേഹത്തിന്റെ ധാരാളം പ്രഭാഷണങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് കാണാൻ സാധിക്കും. കൂടുതൽ വിശദാംശങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് ഉപകാരപ്രദമായിരിക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.